ഇനിയും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസും മൊബൈൽ സംബന്ധമായ ടിപ്സുകളും ഈ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ലഭ്യമാകും. ഹായ് ഫ്രണ്ട്സ്, ആൻഡ്രോ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഞാനിന്ന് നമ്മുടെ മൊബൈലിലുള്ള മാഗ്നിഫിക്കേഷൻ ഗെസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഫീച്ചേഴ്സിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എന്താണ് മാഗ്നിഫിക്കേഷൻ ഗെസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഫീച്ചർ? അതായത് നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനിൽ കാണുന്ന എന്തും, നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീനിൽ കാണുന്ന എന്തും നമുക്ക് സൂം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അത് സെറ്റിംഗ്സ് ആയിരുന്നാലും ശരി, ഏതൊരു ആപ്ലിക്കേഷൻ്റെ ആയിരുന്നാലും ശരി, എന്തായിരുന്നാലും ശരി നമുക്ക് സൂം ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടിയുള്ളൊരു ട്രിക്കാണിത്. അത് നമ്മുടെ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ തന്നെ ഉണ്ട്. യാതൊരുവിധ ആപ്ലിക്കേഷനുകളോ യാതൊരുവിധ തേർഡ് പാർട്ടി കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ ചെയ്യേണ്ടതായിട്ടില്ല. എല്ലാവരുടെ ഫോണിലും ഉള്ള ഒരു ഫീച്ചറാണിത്. എന്നാൽ പലർക്കും ഇത് അറിയത്തില്ല. പലർക്കും എന്ന് പറയുന്നത് ഏകദേശം 75% ആൾക്കാർക്കും ഇത് അറിയാം, അവർ ഉപയോഗിക്കുന്നുമുണ്ട്. എന്നാൽ അറിഞ്ഞുകൂടാത്തവർ ഇത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണിത്. കാരണം എന്ന് പറയുന്നത് ഞാൻ തന്നെ ഇന്നലെ ഇത് പലർക്കും അറിയത്തില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഇന്നലെ എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോട് ചോദിച്ചു, ഒരു വാട്സപ്പ് എടുത്തെന്ന് ചോദിച്ചു. അതിൻ്റെ ടെക്സ്റ്റ് അവന് വായിക്കുവാൻ സാധിക്കുന്നില്ല, ഒന്ന് വായിച്ചു തരുമോ, എൻ്റെ കണ്ണിന് അത്രയ്ക്ക് കാഴ്ച ശക്തി ഇല്ല എന്ന് പറയുന്നു. അതായത് അവന് അത് വായിക്കാൻ ചെറിയ അക്ഷരമായിട്ട് വായിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ അവനോട് ഞാൻ ചോദിച്ചു, നിനക്ക് മാഗ്നിഫിക്കേഷൻ ഗെസ്റ്റേഴ്സ് എന്ന ഫീച്ചർ ഉപയോഗിച്ചാൽ പോരെ, നിനക്ക് ഈസി ആയിട്ട് തന്നെ വായിക്കാൻ സാധിക്കുമല്ലോ എന്നുള്ളത്. എന്നാൽ അവൻ ചോദിച്ചു അതെന്താണെന്ന് അവന് മനസ്സിലാവുന്നില്ല. അപ്പോൾ പലർക്കും ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് ആർക്കും, അതായത് ഏകദേശം 75% ആൾക്കാർ, ഞാൻ ചോദിച്ച ഏകദേശം 75% ആൾക്കാർക്കും അതിനെക്കുറിച്ച് അറിയത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ എൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാനിന്ന് വരില്ല പറഞ്ഞേക്കണേ എന്ന് പറഞ്ഞ ഒരു മെസ്സേജ്. അത് എനിക്ക് ചിലർക്ക് കണ്ണിന് കാഴ്ചശക്തി ഇല്ലാത്തവർക്കും മറ്റും ഉണ്ടെങ്കിൽ പോലും ചിലർക്ക് ചെറിയ ചെറിയ അക്ഷരങ്ങൾ വായിക്കാൻ പറ്റത്തില്ല. അവർക്ക് ഒരിക്കലും അത് സൂം ചെയ്ത് വായിക്കാനോ അത് എന്താണെന്ന് വായിക്കാനോ മറ്റുള്ളവരുടെ സഹായം തേടേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും വേണ്ട, നമുക്ക് അവർക്ക് തന്നെ ആരുടെയും സഹായം ഇല്ലാതെ തന്നെ അവർക്ക് വായിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കത് സൂം ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ പ്ലേ സ്റ്റോർ ആയിരുന്നാലും ശരി, അത് ഏതൊക്കെ ആപ്ലിക്കേഷൻ ആണെന്നുള്ളത് നമുക്ക് ഒരിക്കലും അത് സൂം ചെയ്യാൻ സാധിക്കില്ല. എത്ര നമ്മൾ സൂം ചെയ്യാൻ നോക്കിയാലും സൂം ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ അതൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ അതിൻ്റേതായ ഒരു ഫീച്ചർ എനേബിൾ ആയിട്ടുണ്ട്. നമുക്കത് എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ എനേബിൾ ആക്കുന്നത് എന്ന് നോക്കാം. തീർച്ചയായിട്ടും ഞാൻ പറയുന്നു ഏകദേശം 75% ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയാം. അതുകൊണ്ട് തന്നെ ഇത് ഓൾഡ് ട്രിക്കാണ് അല്ലെങ്കിൽ പഴയ ഒരു ട്രിക്കാണെന്ന് പറയരുത്. കാരണം അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സഹകരിക്കുക, അറിയാവുന്നവർ സഹകരിക്കുക, അറിയാത്തവർ ഇത് നിങ്ങൾക്ക് വളരെയേറെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് എനേബിൾ ചെയ്യുന്നത്, അതായത് മാഗ്നിഫിക്കേഷൻ ഗെസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഫീച്ചർ എങ്ങനെയാണ് എനേബിൾ ചെയ്യുന്നത് എന്ന് നോക്കാം. അതിന് മുന്നാടിയായിട്ട് നിങ്ങൾ ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന മൊബൈൽ സംബന്ധമായ ടിപ്സുകളും ട്രിക്സുകളും മാത്രമാണ് ഞങ്ങളുടെ ഈ ചാനൽ വഴി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് എനേബിൾ ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. ആദ്യമായി നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും അവിടെ അസസിബിലിറ്റി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അസസിബിലിറ്റി എന്നൊരു ഓപ്ഷൻ. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെയായിട്ട് കാണാൻ സാധിക്കും മാഗ്നിഫിക്കേഷൻ ഗെസ്റ്റേഴ്സ് എന്നൊരു ഓപ്ഷൻ. ഇതാണ് നമുക്ക് ഓൺ ചെയ്യേണ്ടത്. അതിന് മുന്നാടിയായിട്ട് 2 ഫീച്ചർ കൂടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഹൈ കോൺട്രാക്ട് ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റുകളെല്ലാം കുറച്ചും കൂടെയൊക്കെ ഹൈ കോൺട്രാക്സ്റ്റ് ആയിട്ട് കാണാം. അത് പെട്ടെന്ന് കുറച്ചും കൂടെയൊക്കെ ബ്രൈറ്റ്നസ് കൂടിയതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും കുറച്ചും കൂടെയൊക്കെ ഹൈ കോൺട്രാക്സ്റ്റ് ആയിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ലാർജ് ടെക്സ്റ്റ്, നിങ്ങളുടെ ഫോണിൽ ലാർജ് ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സെറ്റിംഗ്സിൽ കാണുന്ന കാര്യങ്ങളെല്ലാം കുറച്ചും കൂടെയൊക്കെ ലാർജ് ആയിട്ട് കാണാൻ സാധിക്കും. ടെക്സ്റ്റുകളൊക്കെ ലാർജ് ആയിട്ട് കാണാൻ സാധിക്കും. ഇത് രണ്ടും ജസ്റ്റ് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇത് രണ്ടും കണ്ടസ്ഥിതിക്ക് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അതുപോലെ തന്നെ കൂടുതൽ ഫീച്ചേഴ്സുകൾ അക്സസിബിലിറ്റി സർവീസിലുണ്ട്. ഞാനിത് ഓരോന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും വരും ദിനങ്ങളിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ മാഗ്നിഫിക്കേഷൻ ഗെസ്റ്റേഴ്സ് എങ്ങനെ ഓൺ ചെയ്യുന്നത് എന്ന് നോക്കാം. നിങ്ങൾ ജസ്റ്റ് മാഗ്നിഫിക്കേഷൻ ഗെസ്റ്റേഴ്സ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അത് നിങ്ങൾക്ക് മിക്കവാറും ഓഫ് ആയിരിക്കും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഓൺ ആക്കാനുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയാൽ മാത്രം മതിയാവും. നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ തന്നെ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് ഒന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സൂം ചെയ്യേണ്ടത് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു തരാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഗെസ്റ്റേഴ്സ് ഓൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ സ്ക്രീനിൽ കാണാൻ ഏത് ഭാഗമാണോ നിങ്ങൾക്ക് സൂം ചെയ്യേണ്ടത്, ആ സൂം ചെയ്ത ഭാഗത്ത് നിങ്ങൾ 3 പ്രാവശ്യം ടച്ച് ചെയ്താൽ മാത്രം മതിയാവും. ജസ്റ്റ് 1 2 3 എന്ന് ടച്ച് ചെയ്താൽ മാത്രം മതിയാവും. നിങ്ങൾക്ക് ആ സ്ക്രീന് സൂം ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ 2 ഫിംഗർ ഉപയോഗിച്ച് 2 വിരൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിൽ തന്നെ സൂം ചെയ്യാൻ സാധിക്കും. എത്രത്തോളം സൂം ചെയ്യാൻ സാധിക്കുമോ അത്രത്തോളം നിങ്ങൾക്ക് സൂം ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ ആയിരുന്നാൽ ശരി, ഇപ്പോൾ വാട്സപ്പ് ആണെങ്കിൽ ഞാൻ കാണിച്ചിട്ട് വാട്സപ്പ് എടുത്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് അതിൽ 3 പ്രാവശ്യം ടച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഇവിടെയാണ് ടച്ച് ചെയ്ത് അവിടെയായിട്ട് സൂം ചെയ്ത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 2 ഫിംഗർ ഉപയോഗിച്ച് നിങ്ങൾക്ക് എത്രത്തോളം വേണമെന്നുണ്ടെങ്കിലും അതും സൂം ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് പഴയതുപോലെ ആകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ
3 പ്രാവശ്യം, അതായത് സൂം ചെയ്ത സ്ക്രീൻ വീണ്ടും പഴയതുപോലെ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും 3 പ്രാവശ്യം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും പഴയതുപോലെ ആവുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് ഏത് ആപ്ലിക്കേഷനിലായിരുന്നാലും ശരി, എവിടെയായിരുന്നാലും ശരി, നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ കാണുന്ന എന്തും സൂം ചെയ്യാൻ വേണ്ടി നിങ്ങൾ 3 പ്രാവശ്യം ടച്ച് ചെയ്താൽ മാത്രം മതിയാകും. അതിനുശേഷം അപ്പോൾ തന്നെ സൂം ആയിക്കോളും. അതിനുശേഷം വീണ്ടും സൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ഫിംഗർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്ത് നിങ്ങൾക്ക് കൂടുതലായിട്ട് സൂം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് സൂം ചെയ്യുന്നത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും 3 പ്രാവശ്യം ടച്ച് ചെയ്യുകയാണെങ്കിൽ സൂം ചെയ്യുന്നത് നിങ്ങൾക്ക് പഴയതുപോലെ ആവുകയും ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്ന പ്രതീക്ഷയോടുകൂടി ടെക് ടീംസ്.